ശിവപുരാണത്തിലെ ഒരു നല്ല കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത്. വിഷയസുഖലോലുപനും മഹാ അധമനുമായ ബിന്ദുകൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. പരമശിവനിൽ ഭക്തിയുള്ളവരോട് മാത്രമേ ഈ കഥ പറയാവൂ. ശൗനകനോട് പറഞ്ഞു, അല്ലയോ ശൗനക, ഭവാന്റെ മുന്നിൽ അതീവ രഹസ്യമാണെങ്കിൽ കൂടി അതും ഞാൻ പറയുന്നുണ്ട്. കാരണം ഭവാൻ വേദവിത്തമനും ഭഗവാൻ പരമശിവനിൽ ഭക്തിയുള്ളവരിൽ ശ്രേഷ്ഠതമനുമാണ്. സമുദ്ര സമീപം ഭാഷ്കലം എന്നു പേരുള്ള ഒരു ഗ്രാമപ്രദേശം ഉണ്ട്. അവിടെ വസിക്കുന്നവർ വേദധർമ്മങ്ങൾ ഉപേക്ഷിച്ചവരും പാപിഷ്ഠരുമാണ്. ദുഷ്ടന്മാരും ദുഷിച്ച വിഷയങ്ങളിൽ സദാ തൽപരരായ മനസ്സോടു കൂടിയവരും പൂർണ്ണമായും ഈശ്വരനെക്കുറിച്ച് ഒരു ബോധം പോലും ഇല്ലാത്തവരും ഈശ്വരനിഷേധികളും വഞ്ചനാവൃത്തരുമാണ്. അവർ കൃഷിവലയന്മാരും ആയുധധാരികളും ഈശ്വരനിഷേധികളും പരസ്ത്രീ ഭോഗാസക്തരും മൂർഖന്മാരുമാണ്. ഏറ്റവും ക്ഷേമകരവും ശ്രേയസ്കരവുമായ ജ്ഞാനവൈരാഗ്യധർമ്മങ്ങൾ യാതൊന്നും അറിയാത്തവരും കുൽസിത കഥകൾ കേൾക്കുന്ന ധനികരിൽ സദാ മുഴുകിയവരും മൃഗങ്ങളെപ്പോലെ ഹീനമായ ബുദ്ധിയോടു കൂടിയവരും ആയിരുന്നു. മറ്റു വർണ്ണനകളും കുൽസിത ബുദ്ധികളും സ്വധർമ്മത്തിൽ വൈമുഖ്യമുള്ളവരും മൂർഖന്മാരുമായിരുന്നു. അവർ സദാ കുൽസിത കർമ്മങ്ങൾ ചെയ്യുന്നവരും സദാ വിഷയ സുഖലോലുപരുമായിരുന്നു. സ്ത്രീകളാണെങ്കിലോ കുടില ചിത്തകളും സൗരിണികളും പാപത്തിൽ മുഴുകുന്നവരുമായിരുന്നു. കുപിതകളും വ്യഭിചാരിണികളും നല്ല പ്രവൃത്തികളും ആചാരങ്ങളും ഉപേക്ഷിച്ചവരായിരുന്നു. ഇപ്രകാരമുള്ള കുജനങ്ങൾ വസിക്കുന്ന ആ ഭാഷ്കലം എന്ന ദേശത്ത് മഹാ അധമനായ ബിന്ദുകൻ എന്ന പേരോടു കൂടിയ ഒരു വിപ്രകുലജാതനുണ്ടായിരുന്നു. അവൻ അത്യധികം ദുഷിച്ച മനസ്സോടു കൂടിയവനും മഹാപാപിയും വേളി ഉണ്ടായിരുന്നിട്ടു പോലും കുൽസിത മാർഗത്തിൽ മുഴുകിയവനുമായിരുന്നു. നല്ല ധർമ്മിഷ്ഠയായ ചഞ്ചുള എന്ന തൻ്റെ വേളിയെ ഉപേക്ഷിച്ച് മന്മഥബാണ പീഡിതനായ ആ ദുഷ്ടൻ വേശ്യയോടുകൂടി രമിച്ചു കഴിഞ്ഞു. ഇപ്രകാരം ആ ദുഷ്കർമ്മിയുടെ കാലം കുറെ കഴിഞ്ഞുപോയി. മന്മഥാർത്ഥയാണെങ്കിൽ പോലും ആ ചഞ്ചുള സ്വധർമ്മ ഭയം കൊണ്ട് ക്ലേശങ്ങൾ സഹിച്ചു പോന്നു. ഒടുവിൽ അവളും ദുസ്സഹമായ സ്മരാവേശത്താൽ സ്വധർമ്മത്തിൽ നിന്ന് പിന്തിരിയുക തന്നെ ചെയ്തു. രഹസ്യമായി ഒരു പാപിയായ ജാരനുമായി കൂടിച്ചേർന്ന് സദാചാര ഭ്രഷ്ടയായി കുൽസിതമാർഗം പിന്തുടർന്നു. മുനി ഒരു ദിവസം ആ ദുരാചാരയായ ചഞ്ചുളയെ സ്മരവിഹ്വലയായി ജാരനുമായി സംഗതയായി ആ ബിന്ദുകൻ കണ്ടു. ബിന്ദുകൻ രാത്രിയിൽ കോപം കൊണ്ട് വേഗം ഓടിച്ചെന്നു. മൂർഖനായ ബിന്ദുകൻ ഗൃഹത്തിൽ വന്നതു കണ്ട് വേഗം വഞ്ചകനായ ആ ജാരൻ ഓടിപ്പോയി. ബിന്ദുകൻ തൻ്റെ പത്നിയെ പിടിച്ച് അടിക്കുകയും ശകാരിക്കുകയും ചെയ്തു. ആ മൂർഖയും സ്വൈരിണിയുമായ ചഞ്ചുള കോപിഷ്ഠയായി ഭയം വെടിഞ്ഞ് ഖലനായ പതിയോടു പറഞ്ഞു, കുബുധിയായ ഭവാൻ ഇഷ്ടം പോലെ ദിനം തോറും വേശ്യയോടുകൂടി രമിക്കുന്നുണ്ടല്ലോ. പതിസേവകയും യുവതിയും തൻ്റെ പത്നിയുമായ യുവതിയായ എന്നെ ഉപേക്ഷിച്ചാണ് ഭവാൻ അപ്രകാരം ചെയ്യുന്നത്. ഭവാൻ സുന്ദരിയായ യുവതിയിൽ കാമാകുലിത മാനസനായി പ്രതിദിനം രമിക്കുന്നു. ഭർത്താവിൻ്റെ വിഹാരം കൂടാത്ത എൻ്റെ ഗതി എന്താണെന്ന് ഭവാൻ തന്നെ പറയുക. ഞാനാകട്ടെ അതിസുന്ദരിയും നവയൗവനത്താൽ വിഹ്വലയുമാണ്. ഭവാന്റെ സംഘം കൂടാതെ ദുഃഖിതമായ ഞാൻ എപ്രകാരം കാമദുഃഖം സഹിക്കും? സുതൻ പറഞ്ഞു. മൂർഖനും മൂഢനും ദുർബുദ്ധിയുമായ ആ ബിന്ദുകൻ അവളോട് പറഞ്ഞു, കാമവ്യാകുലയായ നീ പറയുന്നത് സത്യം തന്നെയാണ്. ഞാൻ നിനക്ക് ഹിതമായ കാര്യം പറയാം. നീ ഭയം ഉപേക്ഷിച്ചാലും നീ ദിനംതോറും നിർഭയയായി തന്നെ ജാരന്മാരോടു കൂടി വിഹരിക്കുക. അവർക്ക് പരമമായ സേവനം ചെയ്തിട്ട് അവരിൽ നിന്ന് നീ ധനം ആകർഷിച്ചു വാങ്ങുക. ആ ധനം മുഴുവനും പരസ്ത്രീയിൽ പൂർണ്ണമായി ഇഴുകിച്ചേർന്ന് എനിക്ക് തരിക. എൻ്റെയും നിൻ്റെയും വലിയ സ്വാർത്ഥം അതുകൊണ്ടു തന്നെ നിറവേറുകയും ചെയ്യും. സൂതൻ പറഞ്ഞു.
ഇപ്രകാരമുള്ള ഭർതൃവചനം ശ്രവിച്ച ചഞ്ചുള സന്തുഷ്ടമായ മനസ്സോടുകൂടി അതു സ്വീകരിക്കുക തന്നെ ചെയ്തു. ഇപ്രകാരം കരാർ വെച്ച് ആ ദുഷ്ടമാനസരായ ദമ്പതികൾ ദുഷിച്ച മനസ്സോടുകൂടി നിർഭയരായി കുൽസിത കർമ്മങ്ങളിൽ മുഴുകി. ദുരാചാരനിരതരായ ആ ദമ്പതികളുടെ കാലം നിഷ്ഫലമായി കഴിഞ്ഞു. ആ കുബുദ്ധിയും വേശ്യാപതിയുമായ ആ ബിന്ദുകൻ ഒടുവിൽ മൃതി അടഞ്ഞ് നരകം പ്രാപിച്ചു. ആ മൂഢബുദ്ധി വളരെ കാലം നരകയാതന അനുഭവിച്ച് പാപിയും ഭയങ്കരനുമായ പിശാചായി വിന്ധ്യനിൽ അലഞ്ഞു. ഭർത്താവ് മരിച്ചപ്പോൾ ചഞ്ചുള തീരെ നശിച്ച ബുദ്ധിയോടുകൂടി സന്താനയുക്തയായി തൻ്റെ ഗൃഹത്തിൽ കഴിഞ്ഞുകൂടി. ഇപ്രകാരം ജാരന്മാരോടുകൂടി കഴിഞ്ഞുകൂടുന്ന ആ അന്തണനാരിയുടെ യൗവനം കഴിഞ്ഞുപോയി. ഒരിക്കൽ വിധിബലത്താൽ ചഞ്ചുള ബന്ധുക്കളോടുകൂടി ഗോകർണ ക്ഷേത്രത്തേക്ക് ചെന്നു. അവൾ അവിടെ ഒരു തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ബന്ധുക്കളോടുകൂടി അങ്ങുമിങ്ങും ചുറ്റിക്കറങ്ങി. ദേവാലയത്തിൽ ഏതോ ഒരു ദൈവജ്ഞൻ്റെ മുഖത്തുനിന്ന് ഭഗവാൻ ശംഭുവിൻ്റെ പുണ്യപുരാണാന്തർഗതമായ സത്കഥ ചഞ്ചുള കേൾക്കുവാൻ ഇടയായി. ജാരന്മാരോടു കൂടിക്കഴിഞ്ഞ യോഷിത്തുക്കളുടെ മേൽ നരകലോകത്തെ യമകിങ്കരന്മാർ ചുട്ടുപഴുപ്പിച്ച ലോഹപരീഖം കടത്തും. ഇപ്രകാരം പൗരാണികനാൽ പറയപ്പെട്ട വൈരാഗ്യ വിവർദ്ധകമായ വാക്കുകൾ ശ്രവിച്ച് ഭയോദ്വിഗ്നയായിത്തീർന്നു. കഥ സമാപ്തമായപ്പോൾ അവൾ ഭീതയായി രഹസ്യമായിട്ട് ആ ദ്വിജനെ സമീപിച്ചു പറഞ്ഞു: ബ്രഹ്മൻ, ഭവാൻ എൻ്റെ അസദ്വൃത്തം കേട്ടാലും സ്വാമി കേട്ടുകഴിഞ്ഞ് കൃപ ചെയ്ത് എന്നെ ഉദ്ധരിച്ചാലും. പ്രഭു, മൂഢബുദ്ധിയായ ഞാൻ അതികഠിനമായ പാപം ആചരിച്ചു. സർവയൗവനകാലത്തും മദനാന്ധതയാൽ പുംസലീത്വത്താൽ നയിക്കപ്പെട്ടു. ഞാൻ അതിമഹത്തായ ഭയത്താൽ ശരീരവിറയലോടുകൂടിയവളുമായി. മൂഢബുദ്ധിയായ ഞാൻ നിന്ദ്യയും ദുർവിഷയാസക്തയുമായി സ്വധർമ്മത്തിൽ വിമുഖയുമായി തീർന്നു. അല്പസുഖത്തിനായി പൂർണ്ണമായി നശിപ്പിച്ചവളായി. കഷ്ടപ്രദവും ഘോരവുമായ ഏതു ദുർഗതി എന്നാൽ പ്രാപ്തമാകും? കുമാർഗത്തിൽ മുഴുകിയ എന്നെ അവിടെ ആരു രക്ഷിക്കും? മരണസമയത്ത് അതിഭയങ്കരമായ യമദൂതരെ എപ്രകാരം ഞാൻ ദർശിക്കും? കണ്ടത്തിൽ പാശം കൊണ്ട് ബലമായി കെട്ടപ്പെടുമ്പോൾ എങ്ങനെ ധൈര്യം നേടും? നരകത്തിൽ ദേഹം ഖണ്ഡങ്ങളായി ഛേദിക്കപ്പെടുമ്പോൾ എങ്ങനെ ഞാനതു സഹിക്കും? ഇപ്രകാരം നിർവേദം സജ്ഞാതമായി തൻ്റെ ചരണയുഗ്മങ്ങളിൽ പതിച്ച അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൃപാലുതയോടെ ആ ബ്രാഹ്മണ സത്തമൻ അനുഗ്രഹിച്ചു. ഭാഗ്യം കൊണ്ട് അതിശ്രേഷ്ഠമായ ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹത്താൽ ഭവതി തക്ക സമയത്ത് ശിവമഹാപുരാണത്തിലെ വൈരാഗ്യജനകമായ കഥ കേട്ട് പ്രബുദ്ധയായി. അല്ലയോ ദ്വിജപത്നി, ഭവതി ഭയപ്പെടരുത്. ഭഗവാൻ പരമേശ്വരനെ ശരണം പ്രാപിക്കുക. ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹത്താൽ വേഗം സർവപാപങ്ങളും പൂർണ്ണമായി നശിക്കും. ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ കീർത്തിയോടു കൂടിയ അതിപരമമായ യാതൊന്നുണ്ടോ അത് ഞാൻ ഭവതിക്കായി പറയാം. അതിനാൽ ഭവതിക്ക് എല്ലായ്പ്പോഴും സുഖം ഭവിക്കും. സദ്കഥാശ്രവണം കൊണ്ടുതന്നെ ഭവതിക്ക് ഇപ്രകാരമുള്ള ബുദ്ധി ഉളവായി. പശ്ചാത്താപത്തോടു കൂടിയ ശുദ്ധന്മാർ വിഷയങ്ങളിൽ വൈരാഗ്യമുള്ളവരായി ഭവിക്കുന്നു. പശ്ചാത്താപം പാപം ചെയ്തവരുടെ പാപങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കുന്ന സർവോപായങ്ങളിലും ശ്രേഷ്ഠമാണ് എന്ന് സത്തുക്കളാൽ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. പശ്ചാത്താപം കൊണ്ടു തന്നെയാണ് ശുദ്ധി, പ്രായശ്ചിത്തം സത്തുക്കൾ പാപശോധനത്തിനുള്ള പ്രയോജനപ്രദം എന്ന് വർണ്ണിച്ചിരിക്കുന്നു. പ്രായശ്ചിത്തം വേണ്ട പോലെ അനുഷ്ഠിച്ച് നിർഭയനായ ഒരുവൻ സദ്ഗതി നേടുകയില്ലെങ്കിലും പശ്ചാത്താപേ സദ്ഗതി പ്രാപിക്കും. ഈ ശിവമഹാപുരാണ കഥാശ്രവണം കൊണ്ട് എപ്രകാരം ശുദ്ധി ഭവിക്കുമോ അപ്രകാരം മറ്റു ഉപായങ്ങൾ
കൊണ്ടൊന്നും ഒരുവന് ചിത്തശുദ്ധി ലഭിക്കുകയില്ല. ദർപ്പണം കഴുകുന്തോറും എപ്രകാരം നിർമ്മലമായി തീരുന്നുവോ അപ്രകാരം ഈ കഥാശ്രവണത്താൽ മനസ്സ് ശുദ്ധമാകുന്നു. നരന്മാരുടെ ശുദ്ധമായ ചേതസ്സിൽ ഭഗവാൻ പരമശിവൻ അംബികാസമേതനായി കുടികൊള്ളുന്നു. അതിനാൽ വിശുദ്ധാത്മാവായ അവൻ ഭഗവാൻ സാംബസദാശിവന്റെ പരമപദം പ്രാപിക്കുന്നു. അതിനാൽ എല്ലാ പുരുഷാർത്ഥങ്ങളും എല്ലാവർക്കും പ്രാപിക്കാൻ സഹായിക്കുന്നതാണ് ഈ കഥകൾ എന്നതുകൊണ്ട് ഭക്തവത്സലനായ ഭഗവാൻ മഹാദേവൻ കാരുണ്യത്താൽ ഈ കഥകൾ നിർമ്മിച്ചു പ്രദാനം ചെയ്തു. കഥാശ്രവണത്താൽ ഗിരിജാവല്ലഭ ഭഗവാന്റെ ധ്യാനം ലഭിക്കുന്നു. ധ്യാനത്താൽ ജ്ഞാനവും കൈവല്യവും നേടാം. ഈ കഥകൾ ശ്രവിച്ചാൽ ഭഗവാൻ ശങ്കരൻ്റെ ധ്യാനം ലഭിക്കാത്തവർക്കു പോലും അന്യജന്മത്തിൽ ലഭിക്കുകയും അപ്രകാരം അവർ ഭഗവാൻ ശംഭുവിൻ്റെ പരമപദം പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ കഥാശ്രവണം കൊണ്ട് വളരെയേറെ പാപികൾ സിദ്ധി പ്രാപിച്ചിട്ടുണ്ട്. എല്ലാ ശ്രേയസ്സുകളുടെയും ബീജം നരന്മാർക്ക് സദ്കഥാശ്രവണം തന്നെയാണ്. അതിനാൽ അത് വേണ്ട പോലെ ഭവരോഗം ഇല്ലാതാകുമാറ് സമാരാധിക്കപ്പെടേണ്ടതാണ്. ഭഗവാൻ പരമശിവൻ്റെ കഥാശ്രവണവും പിന്നെ മനനം ചെയ്യലും ധാരമുറിയാതെ ധ്യാനിക്കലും കൊണ്ട് ആർക്കും ചിത്തശുദ്ധി ഭവിക്കും. ആ അനുഗ്രഹമുണ്ടായാൽ മോക്ഷമാകുമെന്നത് ഉറപ്പാണ്. അല്ലയോ ബ്രാഹ്മണ പത്നി, ഭവതി വിഷയങ്ങളിൽ നിന്ന് നിവൃത്തമായ ബുദ്ധിയോടു കൂടിയവളായതിനാൽ പരമപാവനമായ ഭഗവാൻ ശംഭുവിൻ്റെ കഥകൾ ഭക്തിയോടെ ശ്രവിച്ചാലും ഭഗവാൻ ശങ്കര പരമാത്മാവിൻ്റെ സദ്കഥാശ്രവണത്താൽ ഭവതിക്ക് ചിത്തശുദ്ധി ഉണ്ടാവുകയും മുക്തി ലഭിക്കുകയും ചെയ്യും. നിർമ്മലമായ മനസ്സുള്ള ഭക്തന്മാർക്ക് ഒരൊറ്റ ജന്മം കൊണ്ടു തന്നെ മുക്തി ലഭിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു പറയുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ശൈവശ്രേഷ്ഠൻ പുരാണത്തിലെ സത്കഥകൾ ആ സ്ത്രീയെ കേൾപ്പിച്ചു. ഇപ്രകാരം ആ മഹാക്ഷേത്രത്തിൽ ആ ദ്വിജോത്തമനിൽ നിന്ന് അത്യുത്തമമായ ശിവമഹാപുരാണത്തിലെ കഥകൾ അവൾ ശ്രവിച്ചു. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതും മുക്തിപ്രദവുമായ ആ ഉത്തമ കഥകൾ ശ്രവിച്ച് ചഞ്ചുള കൃതാർത്ഥയായിത്തീർന്നു. ആ സദ്ഗുരുവിൻ്റെ കൃപയാൽ അവൾ ശുദ്ധചിത്തയായി. ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹത്താൽ ഭഗവാൻ ശംഭുവിൻ്റെ രൂപധ്യാനങ്ങൾ പ്രാപ്തമായി. ഇപ്രകാരം അവൾ ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ചിദാനന്ദമയമായ വപുസ് ധരിച്ചു. ജടയും മരവുരിയും ധരിച്ച് നിത്യവും തീർത്ഥജലത്തിൽ സ്നാനം ചെയ്ത് സർവാവയവങ്ങളിലും ഭസ്മോദ്ദോളനം ചെയ്ത് രുദ്രാക്ഷാഭരണങ്ങൾ അണിയുകയും ചെയ്തു. ഭഗവാൻ പരമശിവന്റെ നാമജപത്തിൽ ആസക്തയായി വാക്കുകൾ നിയന്ത്രിച്ച് ഭക്ഷണഗ്രാഹിയുമായി ഇപ്രകാരം ധ്യാനം ചെയ്തു. ആ ചഞ്ചുള അനായാസമായി തൻ്റെ ദേഹം ഉപേക്ഷിച്ചു. ഭഗവാൻ പരമശിവൻ പറഞ്ഞയച്ച ദിവ്യവിമാനം അവളെ അവിടെ നിന്നും കൊണ്ടുപോയി. ഭഗവാൻ മഹേശ്വരൻ്റെ അനുചരശ്രേഷ്ഠരാൽ ചഞ്ചുള ശിവപുരിക്കാനയിക്കപ്പെട്ടു. ദിവ്യങ്ങളായ അവയവങ്ങളോടും ദിവ്യരൂപത്തോടും കൂടി ഗൗരിയെപ്പോലെയുള്ള ദിവ്യാഭരണങ്ങൾ അണിഞ്ഞു ആ ചഞ്ചുള അവിടെ ചെന്ന് ത്രിലോചനനായ ഭഗവാൻ മഹാദേവനെ ദർശിച്ചു. ഭഗവാൻ മഹാദേവനെ മഹാവിഷ്ണു, ബ്രഹ്മാവ് മുതലായ ദേവന്മാർ സേവിച്ചു നിന്നിരുന്നു. ഗണപതി, ഭൃംഗി, നന്ദീശ്വരൻ, വീരഭദ്രൻ എന്നിവരാൽ ഉപാസിക്കപ്പെടുന്നവനും കോടി സൂര്യന്മാരുടെ ശോഭയോടുകൂടിയവനും നീലകണ്ഠനും പഞ്ചവക്ത്രനും ത്രയംബകനും ചന്ദ്രശേഖരനുമായ ഭഗവാന്റെ ഇടതുഭാഗത്ത് മിന്നൽ പിണർ സമൂഹത്തിൻ്റെ ശോഭയുള്ള പാർവതി ദേവി സ്ഥിതി ചെയ്തിരുന്നു. കർപ്പൂര ഗൗരവർണ്ണനും ഗൗരീനാഥനും സർവാലങ്കാരങ്ങളും ധരിച്ചവനും വെൺഭസ്മം പൂശിയ ദേഹത്താലും ശ്വേതാംബരത്താൽ ഉജ്ജ്വലിക്കുന്നവനും ആയ ഭഗവാൻ ശങ്കരനെ ദർശിച്ച് ചഞ്ചുള അത്യധികം ആമോദം വഹിച്ചു. വിനയാന്യുതനായ ആനന്ദാശ്രുജലത്തോടുകൂടിയവളും പുളകാഞ്ചിതയും ആയ
അനന്തരം ഭഗവാൻ ശങ്കരനാലും അംബികാ പാർവതിയാലും കരുണയോടുകൂടി സമീപം വരുത്തപ്പെട്ട് നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കപ്പെട്ടു. പാർവതീദേവി ആ ദിവ്യരൂപിണിയായ ചഞ്ചുളയെ പ്രീതിപൂർവം തൻ്റെ സഖിയാക്കി തീർത്തു. അവിടെ ചഞ്ചുള ദിവ്യസൗഖ്യത്തോടു കൂടിയവളായി. ആ ലോകത്ത് പരമാനന്ദത്തിൻ്റെ ശാശ്വത ജ്യോതിസിൽ സ്ഥിര നിവാസം ലഭിച്ച് ഇടതടവില്ലാതെ സുഖം നേടി. ഇപ്രകാരം സൂതൻ ചഞ്ചുളയുടെ സദ്ഗതിയെക്കുറിച്ച് ശൗനകനോട് പറഞ്ഞപ്പോൾ ശൗനകൻ അവളുടെ ഭർത്താവിൻ്റെ പരമാർത്ഥത്തെപ്പറ്റി അറിയാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു. സൂതൻ പറഞ്ഞു, ഒരിക്കൽ ചഞ്ചുള ശിവലോകത്ത് വെച്ച് ഉമാദേവിയെ സമീപിച്ച് പ്രണമിച്ചു കൈകൂപ്പി പരമാനന്ദത്താൽ ആറാടി ദേവിയെ നല്ല പോലെ സ്തുതിച്ചു. ചഞ്ചുള പറഞ്ഞു, അല്ലയോ സ്കന്ദമാതാവായ ഗിരിജെ, എല്ലായ്പ്പോഴും ഭവതി നരന്മാരാൽ പ്രാർത്ഥിക്കപ്പെടുന്നു, സേവിക്കപ്പെടുന്നു. സർവ്വസൗഖ്യങ്ങളും പ്രദാനം ചെയ്യുന്നോളെ, ഭഗവാൻ ശംഭുവിൻ്റെ പ്രിയപത്നി പരബ്രഹ്മസ്വരൂപിണി ഭഗവതി മഹാവിഷ്ണുവിനാലും ബ്രഹ്മാവ് മുതലായ സകല ദേവന്മാരാലായും സഗുണയായും അഗുണയായും സേവിക്കപ്പെടുന്നവളാണല്ലോ. ഭഗവതി മൂലപ്രകൃതിയും ആദ്യയും സൂക്ഷ്മയും സച്ചിദാനന്ദ സ്വരൂപിണിയുമാണ്. ത്രിമൂർത്തികളുടെ ഗൃഹലക്ഷ്മിയും ത്രിഗുണയും സൃഷ്ടിസ്ഥിതി സംഹാരകാരിണിയുമാണ്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് സുപ്രതിഷ്ഠ ചെയ്ത ശ്രേഷ്ഠയുമാണ്. സൂതൻ തുടർന്നു, ദേവി മഹേശാനി ഇപ്രകാരം സദ്ഗതി നേടിയ ചഞ്ചുളയാൽ സ്തുതിക്കപ്പെട്ട് തോൾ കുനിച്ച് കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോടെ പ്രേമനിർഭരമായ മനസ്സോടെ വിരമിച്ചു നിന്നു. അപ്പോൾ ഭഗവാൻ ശങ്കരൻ്റെ പ്രിയയും ഭക്തവത്സലയുമായ പാർവതീദേവി കരുണാപൂരിതയായി അതിപ്രീതിയോടെ ചഞ്ചുളയോട് പറഞ്ഞു. പാർവതീദേവി പറഞ്ഞു, അല്ലയോ ചഞ്ചുളെ സുന്ദരി, ഈ സ്തുതിയാൽ ഞാൻ നല്ല പോലെ പ്രീതയായിരിക്കുന്നു. നീ എന്തു വരമാണ് അർത്ഥിക്കുന്നതെന്നു പറഞ്ഞാലും നിനക്ക് തരാൻ പാടില്ലാത്തതായി യാതൊന്നും തന്നെയില്ല. ഗിരിജാഭഗവതിയാൽ ഇപ്രകാരം പറയപ്പെട്ട ചഞ്ചുള വീണ്ടും ദേവിയെ പ്രണമിച്ച് അഞ്ജലിയോടുകൂടി തലകുനിച്ച് പ്രകാരം പറഞ്ഞു, എൻ്റെ ഭർത്താവ് എവിടെ ഉണ്ടെന്നോ അദ്ദേഹത്തിൻ്റെ ഗതി എന്താണെന്നോ എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോടു കൂടി ചേർന്ന് വാഴുന്നവളായി തീരണം. അല്ലയോ അനഘയായ ഗിരിജാദേവി, കല്യാണദായിനി, മഹാദേവി, മഹേശാനി, എൻ്റെ ഭർത്താവ് വൃഷളീപതിയായിരിക്കുന്നു. എന്നേക്കാൾ മുമ്പേ മരിച്ച ആ പാപി എന്തു ഗതിയാണ് പ്രാപിച്ചത് എന്നെനിക്കറിയില്ലമ്മേ. ഇപ്രകാരമുള്ള അവളുടെ വാക്കുകൾ ശ്രവിച്ച പാർവതീദേവി പ്രീതയായി ചഞ്ചുളയോട് മറുപടിയായി പറഞ്ഞു, അല്ലയോ മകളെ, നിന്റെ ഭർത്താവായ ദുരാശയൻ മഹാപാപി ബിന്ദുകൻ വേശ്യാഭോഗിയായ മഹാമൂഢൻ മരിച്ച് നരകത്തിൽ ചെന്നവനായി വിവിധ നരകയാതനകൾ ഭുജിച്ച് ശേഷിച്ച പാപത്താൽ ആ പാപമാനസൻ വിന്ധ്യാപർവ്വതത്തിൽ പിശാചായി തീർന്നിരിക്കുന്നു. ഇപ്പോഴവൻ പിശാചായി നാനാക്ലേശങ്ങൾ അനുഭവിച്ച് അവിടെ തന്നെ വായു ഭക്ഷകനായി സദാ സർവകഷ്ടതകളും അനുഭവിച്ചു കഴിയുന്നു. ഇപ്രകാരമുള്ള ഗൗരി ഭഗവതിയുടെ വാക്കുകൾ ശ്രവിച്ച ആ ശുഭവ്രതയായ ചഞ്ചുള ഭർത്തൃ ദുഃഖ ശ്രവണത്താൽ അതീവ ദുഃഖിതയായി തീർന്നു. മനസ്സിനെ ഒരുവിധം നിയന്ത്രിച്ച് മഹേശ്വരിയെ ശരിക്കും പ്രണമിച്ച് തളർന്ന ഹൃദയത്തോടെ വീണ്ടും വീണ്ടും ചോദിച്ചു, മഹേശ്വരി, മഹാദേവി, എന്നിൽ കൃപ ചൊരിഞ്ഞാലും ദുഷ്കർമ്മങ്ങൾ അനുഷ്ഠിച്ച ഖലനായ എൻ്റെ പതിയെ സമുദ്ധരിച്ചാലും എന്തു ഉപായങ്ങളിലൂടെയാണെങ്കിലും അംബികയെ കുബുദ്ധിയും പാപപങ്കില മാനസനുമായ എൻ്റെ പതിയെ സമുദ്ധരിച്ചാലും ദേവി നമസ്കാരം, അദ്ദേഹത്തിന് സദ്ഗതി വേദം പ്രാപ്യമാക്കണേ. ഭക്തവത്സലയായ പാർവതീദേവി ചഞ്ചുളയുടെ വാക്കുകൾ ശ്രവിച്ച് പ്രസന്ന ഹൃദയയായി ആ സഖിയോട് പറഞ്ഞു, കേട്ടാലും വത്സേ, നിന്റെ ഭർത്താവ് പുണ്യപ്രദമായ ശിവകഥ കേൾക്കുകയാണെങ്കിൽ ദുർഗതി നിശേഷം നശിച്ച് സദ്ഗതി പ്രാപിക്കും. ഇപ്രകാരം ഗൗരീദേവിയുടെ അമൃതമയമായ അക്ഷരങ്ങളോടുകൂടിയ വാക്കുകൾ ആദരപൂർവം ശ്രവിച്ച് കൂപ്പുകൈകളോടുകൂടി അവൾ വീണ്ടും വീണ്ടും പ്രണമിച്ചു. ഭർത്താവിൻ്റെ സദ്ഗതി പ്രാപ്തിക്കായി സർവപാപവിശുദ്ധിക്കായി ആ കഥ
വർഷിപ്പിക്കണമെന്ന് ജഗദംബികയോട് പ്രാർത്ഥിച്ചു. ഇപ്രകാരം നാരിയാൽ പ്രാർത്ഥിക്കപ്പെട്ട ശിവപ്രിയയായ ഗൗരി കൃപയോടുകൂടി ശിവസത്കീർത്തി ഗായകനായ തമ്പുരു എന്ന ഗന്ധർവരാജനെ വിളിച്ചു വരുത്തി. അല്ലയോ പരമശിവ പ്രീതിപാത്രമേ, എൻ്റെ വാത്സല്യഭാജനമേ, ഇവളോടുകൂടി വിന്ധ്യാപർവ്വതത്തിലേക്കു നീ ചെല്ലുക. അവിടെ അതിഭയങ്കരനും മഹാഘോരനുമായ ഒരു പിശാചൻ ഉണ്ട്. അവൻ്റെ കഥ കേട്ടാലും. പിശാചജന്മത്തിനു മുൻപ് അവൻ ബിന്ദുകൻ എന്ന ബ്രാഹ്മണനായിരുന്നു. ഈ എൻ്റെ സഖിയായ നാരിയുടെ ഭർത്താവ് ദുഷ്ടൻ വൃഷളീപതിയായിട്ട് കുളിയോ സന്ധ്യാവന്തനമോ കൂടാതെ അശൗചനും കോപിഷ്ഠനും തികച്ചും മൂഢബുദ്ധിയും ദുർഭക്ഷകനും സജ്ജനദ്വേഷിയും ഹിംസകനും ആയുധധാരിയും ഇടതു കൈകൊണ്ട് ഭക്ഷിക്കുന്നവനും ദീനന്മാരെ ഉപദ്രവിക്കുന്നവനും ക്രൂരനും മറ്റു ഗൃഹങ്ങൾ തീവയ്ക്കുന്നവനുമായിരുന്നു. ചണ്ഡാല വൃത്തിയിൽ സദാ മുഴുകുന്നവനും സദാ വേശ്യയിൽ അഭിരമിക്കുന്നവനും മഹാദുഷ്ടനുമായി തൻ്റെ വേളിയെ ത്യജിച്ചവനും ദുഷ്ടസംഘത്തിൽ മുഴുകിയവനുമായി ധനത്തിലുള്ള ദുരാഗ്രഹം കൊണ്ട് പത്നിയെ നിർഭയയായ സ്വൈരിണിയാക്കി മരണം വരെ ദുരാചാരം മാത്രം ചെയ്തു പോന്ന അവൻ അന്ത്യകാലത്ത് മരണം പ്രാപിച്ച് പാപികളുടെ ഭോഗസ്ഥാനമായ യമപുരം പ്രാപിച്ചു. അവിടെ നരകയാതനകൾ അനുഭവിച്ച ശേഷം ഇപ്പോൾ വിന്ധ്യാപർവ്വതത്തിൽ മഹാഘോര പിശാചായി പാപം ഭുജിച്ച് ദുഷ്ടനായി കഴിയുന്നു. സർവപാപവിനാശകനും പരമപുണ്യപ്രദനും ആയ ശ്രീ ശിവമഹാപുരാണത്തിലെ കഥകൾ പണിപ്പെട്ടെങ്കിലും അവനെ പറഞ്ഞു കേൾപ്പിക്കുക. സർവപാപവിനാശകരവും പരമപുണ്യപ്രദവും ആയ ശിവമഹാപുരാണത്തിലെ കഥകൾ പണിപ്പെട്ടെങ്കിലും അവനെ പറഞ്ഞു കേൾപ്പിക്കുക. ശ്രീ ശിവമഹാപുരാണത്തിലെ കഥകൾ കേട്ടാൽ തന്നെ വേഗം സർവപാപങ്ങളിൽ നിന്നും വിശുദ്ധി നേടി പ്രേതത്വം ഉപേക്ഷിക്കും. അപ്പോൾ ദുർഗതിയിൽ നിന്നു മുക്തനായ അവനെ എൻ്റെ ശാസനപ്രകാരം വിമാനത്തിലേറ്റി ശിവസമീപം എത്തിക്കുക. സൂതൻ കഥ തുടർന്നു. ഭഗവതിയാൽ ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ട ഗന്ധർവശ്രേഷ്ഠനായ തമ്പുരു ബിന്ദുകൻ്റെ പത്നിയും സതിയുമായ ചഞ്ചുളയോടുകൂടി വിമാനത്തിൽ കയറി ബിന്ദുകൻ്റെ വാസസ്ഥാനമായ വിന്ധ്യാദിക്കു ചെന്നു. അവിടെ ഭീമകായനും ദീർഘനും വികടരൂപിയുമായ അവൻ പൊട്ടിച്ചിരിക്കുകയും രോദനം ചെയ്യുകയും തുള്ളിച്ചാടുകയും ചെയ്യുകയായിരുന്നു. ബിന്ദുകൻ എന്ന ആ പിശാചിനെ ബലാത്കാരമായി പിടിച്ച് പാശം കൊണ്ട് പിടിച്ചു കെട്ടിയ ഗന്ധർവൻ എന്നിട്ട് ശിവപുരാണ വചനത്തിനായി നിശ്ചയിച്ചുറച്ച് അതിനുവേണ്ട രചനകളെല്ലാം ഉത്സാഹപുരസ്സരം ചെയ്തു. പിശാചിനെ ശുദ്ധീകരിക്കാനായി ദേവിയുടെ ശാസനപ്രകാരം തമ്പുരു വിന്ധ്യനിൽ പോയി. പിശാചിനെ ശുദ്ധീകരിക്കാനായി ദേവിയുടെ ശാസനപ്രകാരം തമ്പുരു വിന്ധ്യനിൽ പോയി എന്ന വാർത്ത സർവ്വലോകങ്ങളിലും പരന്നു. അതിനാൽ അവിടെ ആ ശിവമഹാപുരാണ ശ്രവണത്തിന് ദേവന്മാരും ഋഷികളും വന്നു ചേർന്നു. അവിടെ വിന്ധ്യനിൽ ശിവപുരാണം കേൾക്കാൻ വന്നവരുടെ വലിയ ഒരു സമാജമുണ്ടായി. പാശം കൊണ്ട് കെട്ടപ്പെട്ട പിശാചിനെയും പ്രവേശിപ്പിച്ച് വീണാപാണിയായി തമ്പുരു ഗൗരീവല്ലഭൻ്റെ കഥ പാടി. ആദ്യത്തെ സംഹിതയിൽ ആരംഭിച്ച് 7-ാം സംഹിത വരെ സ്പഷ്ടമായി ശിവപുരാണം അവതരിപ്പിച്ചു. ശ്രീ ശിവമഹാപുരാണത്തിലെ 7 സംഹിതകളും ശ്രദ്ധയോടെ ശ്രവിച്ച് അവിടെ ഉണ്ടായിരുന്ന സകല ശ്രോതാക്കളും കൃതാർത്ഥരായിത്തീർന്നു. ആ പിശാചനാകട്ടെ മഹാപുണ്യപ്രദമായ ശിവപുരാണം ശ്രവിച്ച് പാപം മുഴുവൻ ഉപേക്ഷിച്ച് ആ പൈശാചദേഹം ഉപേക്ഷിച്ച് ദിവ്യരൂപിയായി അരുണവർണ്ണനും വെൺവസ്ത്രധാരിയും ദീപ്തമായ അവയവങ്ങളോടു കൂടിയവനും ത്രിനേത്രനും ചന്ദ്രശേഖരനും ആയി. ദിവ്യദേഹം ഉണ്ടായവനായി ദിവ്യശരീരിണിയായ തൻ്റെ കാന്തയോടൊപ്പം സ്വയം ഭഗവാൻ പാർവതീപതിയുടെ ശ്രീമത്തായ മഹിമാചരിതം പാടി ആ വധു ചഞ്ചുളയും സർവ്വദേവന്മാരും ഋഷിമാരും വിസ്മയഭരിതരാവുകയും പരമാനന്ദത്തോടു കൂടിയവരാകുകയും ചെയ്തു ഈ കാഴ്ച കണ്ട്. പിന്നീട് അവർ ഭഗവാൻ മഹേശ്വരൻ്റെ അത്ഭുതാവഹമായ ചരിതം ശ്രവിച്ച് സുഹൃതാർത്ഥരായി അവരവരുടെ ധാമങ്ങളിലേക്ക്
ഭഗവാൻ ശങ്കരൻ്റെ യശസ്സു കീർത്തിച്ചു കൊണ്ടുപോയി. ബിന്ദകനാകട്ടെ ദിവ്യാത്മാവായി വിമാനത്തിൽ സ്ഥിതി ചെയ്ത് സുഖിയായി തൻ്റെ പത്നിയുടെ പാർശ്വത്തിലിരുന്ന് ശ്രീമാനായി അതീവമായി ശോഭിച്ചുകൊണ്ട് ആകാശസ്ഥിതനായി. അനന്തരം ഭഗവാൻ മഹേശൻ്റെ അതിമനോഹരങ്ങളായ ഗുണങ്ങളെ ഗാനം ചെയ്തുകൊണ്ട് തമ്പുരു അംബികാ സമേതനായ ഭഗവാൻ ശങ്കരൻ്റെ പാദങ്ങൾക്കു സമീപം ചെന്നു. ഭഗവാൻ പരമേശ്വരനാലും പാർവതീദേവിയാലും ആ ബിന്ദുകൻ നല്ലപോലെ സൽക്കരിക്കപ്പെട്ട് തൻ്റെ ഗണങ്ങളിൽ ഒരുവനാക്കപ്പെട്ടു. ചഞ്ചുള പാർവതി സഖിയാക്കപ്പെട്ടു. ഒരുവൻ ഈ ആഖ്യാനം ശ്രദ്ധയോടെ കേൾക്കുകയോ സശ്രദ്ധം ആഖ്യാനം ചെയ്യുകയോ ചെയ്യുന്നുവോ അവൻ ഭുക്തികൾ വിപുലമായി ഭുജിച്ച് അന്ത്യത്തിൽ മുക്തിയും പ്രാപിക്കുന്നു.